ഹലോ, നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും എല്ലാം കൂടിയുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാട്ടാ. ഇപ്പൊ ഇത് ഏകദേശം ഒരു 6:30 ആവാറായിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഒട്ടും വെളിച്ചം വന്നിട്ടില്ല, നല്ല മഞ്ഞ് മൂടി കിടക്കണം, നല്ല തണുപ്പാണ് കേട്ടാ. നമ്മൾ എഴുന്നേറ്റാലും ഒരു കുറച്ച് പണികളൊന്നും എടുക്കാനുള്ള ഒരു മൂടില്ല, തണുപ്പ് നല്ല തണുപ്പാണ്. അപ്പൊ എന്തായാലും പണികൾ എടുത്തല്ലേ പറ്റൂ. അപ്പൊ നമ്മളൊരു കോഫിയൊക്കെ ഇട്ട് കുടിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് സെറ്റിൽ ഇരുന്നിട്ടാണ് പിന്നെ ഒന്ന് പണികളൊക്കെ ചെയ്യണത് കേട്ടാ. ഞാനൊരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റുണ്ടായിരുന്നു. ഇന്ന് മോന് ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പോൾ അവന് 6 മണിയാകുമ്പോഴേക്കും വണ്ടി വരും. അപ്പോൾ അവന് ബ്രെഡ് പൊരിച്ച മതി എന്ന് പറഞ്ഞ് ബ്രെഡൊക്കെ അവന് ഉണ്ടാക്കി കൊടുത്ത് അപ്പോൾ അവൻ പോയി. പിന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം മടി പിടിച്ച് ആ സെറ്റിയിൽ ഇങ്ങനെ കോഫിയും കുടിച്ച് ഫോണും തോണ്ടി ഇങ്ങനെ ഇരുന്ന് 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ കിച്ചണിലേക്ക് കയറാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിലേക്ക് വന്ന് നമ്മൾ നൂൽപുട്ടിലുള്ള പൊടിയൊക്കെ കുഴച്ച് വെച്ചു. ഇപ്പം ഇത് ഏകദേശം ഒരു 7:30 ആവാറായി. 7:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴും നല്ലോണം ഇങ്ങനെ മഞ്ഞ് മൂടിക്കെടുക്കാണ്. ഒട്ടും അങ്ങനെ അകലേക്കൊന്നും കാണാനേ പറ്റണില്ല കേട്ടാ. അപ്പൊ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ കാണാനായിട്ട്. അപ്പൊ നമുക്കൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെ ബാൽക്കണിയിൽ നിന്ന് കാണാനൊക്കെ. പക്ഷെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഒന്ന് സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്യാനായിട്ട്. അപ്പൊ ഒട്ടും ദൂരക്കാഴ്ച ഇല്ല കേട്ടാ. അപ്പൊ നല്ലോണം ഇങ്ങനെ മഞ്ഞ് മൂടിക്കെടുക്കല്ലേ. പിന്നെ നമ്മുടെ പതിവ് പണികൾ തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ടു. അരിയൊക്കെ ഇട്ടതിന് ശേഷം വേണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഇവിടെ എല്ലാവർക്കും നാളികേരപ്പാലാണ് നൂൽപൊട്ടിലേക്ക് ഇഷ്ടം. ആ കാരണം പിന്നെ കറിയൊന്നും ഉണ്ടാക്കേണ്ട കാലത്ത് നൂൽപൊട്ടാണെങ്കിലും പത്തിരി അതുപോലെ തന്നെ റൊട്ടി ഒക്കെ ആയിരിക്കും നാളികേരപ്പാലാണ് അധികം ഉണ്ടാക്കാട്ടോ. അപ്പൊ നാളികേരം ചെറിയ വെച്ചുള്ള കാരണം പിന്നെ കുഴപ്പമില്ല, കാലത്ത് ഒന്ന് തണവ് മാറാനായിട്ട് കുറച്ച് നേരം വെക്കണം. ഇപ്പൊ പിന്നെ നല്ല തണവായത് കൊണ്ട് ഒരു ഇച്ചിരി ചെറിയ ഒരു ചൂട് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനൊന്ന് അടിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒട്ടും നാളികേരപ്പാൽ ഇങ്ങനെ പിരിഞ്ഞ പോലെ ഇരിക്കും. പിന്നെ കിട്ടൂല നാളികേരപ്പാൽ അങ്ങനെ നന്നായിട്ട് കിട്ടൂല. അപ്പൊ കുറച്ചൊന്ന് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചിട്ടാണ് ഞാൻ നാളികേരപ്പാൽ എടുക്കാട്ടോ. പൊടി തിളപ്പിച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നന്നായിട്ട് കുഴച്ചെടുത്ത് അതൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും അത് ഒന്ന് ആവി കയറ്റാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റിച്ച് ആവി കയറ്റാനായിട്ട് വെക്കാട്ടോ. ഇന്നിപ്പോൾ മീനും ചിക്കനും ഒന്നും ഇരിപ്പില്ല. അപ്പോൾ മുരിങ്ങയുടെ ഇല കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടി ഇരുന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു രസമൊക്കെ ഉണ്ടായ നല്ലതാണ്. ഒരു തോരനും ഒരു രസമൊക്കെ മതിയാവും ഇന്ന് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണികളൊക്കെ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മുരിങ്ങയില ഒന്ന് ഊരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചക്കക്കുരുവിൻ്റെ മേലത്തെ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം മറ്റേ ആ ബ്രൗൺ കളറുള്ള തൊലിയും കൂടി ഒന്ന് വരണ്ടി കളയാനായിട്ട്. അപ്പോൾ ചിലരൊന്നും അത് കളയില്ല എന്ന് പറഞ്ഞേക്കാം, അത് നല്ലതാണെന്ന് പറഞ്ഞേക്കാം.
പക്ഷെ ഞാനത് കളയാറുണ്ട്. എനിക്കതങ്ങനെ കറിയിൽ എടുക്കുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നും കറി. അപ്പം എന്തായാലും അതൊന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ വേഗം നമുക്കത് ഒന്ന് വരണ്ടി കളയാനായിട്ട് പറ്റും. അപ്പം അതും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്ക് ഒന്ന് കുറച്ച് മഞ്ഞൊക്കെ മാറി ഒന്ന് വെളിച്ചൊക്കെ വന്ന് ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ തുണികളൊക്കെ ഇട്ട് പിന്നെ ചോറൊക്കെ ഒന്ന് വെന്തുണ്ടായിരുന്നു. അപ്പോൾ അത് ഊറ്റി വെച്ചിട്ടാണ്. പിന്നെ അതേ ചക്കക്കുരുവിൻ്റെ ബാക്കിയുള്ള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ്, ഇപ്പം ചിലയിലൊന്നും ഞാൻ കളഞ്ഞിട്ട് തന്നെ ഇല്ല. കുറേ ഇതാക്കുമ്പോൾ 1-2 അങ്ങനെ ഇടും. അങ്ങനെ അതേ ചക്കക്കുരുവൊക്കെ തൊലി കളഞ്ഞ് കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ അപ്പം അത് അപ്പുറത്ത് അടുപ്പിലേക്ക് മാറ്റി അതേ നമ്മൾ രസത്തിനുള്ള വെളുത്തുള്ളിയും ചെറിയ ജീരകവും കുരുമുളകും ഒന്ന് ചതച്ച് അത് അതേ ഒരു മൺചട്ടിയിലേക്ക് തന്നെ ഇട്ട്, പിന്നെ തക്കാളിയും പിന്നെ മഞ്ഞപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് രസത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ മല്ലിയില, കറിവേപ്പില ഇതൊക്കെ ഇട്ടൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഇന്ന് തോരനും ഒരു രസവും പിന്നെ ഒരു ചമ്മന്തിയും മുട്ടയും വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പം രസം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മൾ തോരനിലേക്കുള്ള നാളികേരം ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഒരു ഏകദേശം ഒരു 2 കുഞ്ഞി കൈപ്പിടി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമുള്ള കാന്താരി മുളകും 2-3 ചെറിയുള്ളിയും ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പില ഇട്ട് അതൊന്ന് ചതച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കൂരൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് മുരിങ്ങയില ഇട്ടു. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകി വെള്ളം മാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങയില. അപ്പോൾ അതേ മുരിങ്ങയില ഒട്ടും വെള്ളമില്ലാണ്ട് നമ്മൾ അതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ ചതച്ചെടുത്ത നാളികേരം, അപ്പം അതേ അരപ്പും കൂടി അതിലേക്ക് ഇട്ട് പിന്നെ എല്ലാം കൂടി. അപ്പം ചക്കക്കൂരയിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ അരപ്പിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. മുരിങ്ങയിലേക്കും അരപ്പിലേക്ക് എല്ലാം കൂടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് ചെറിയ തീയിൽ അടച്ചു വെച്ചാൽ മുരിങ്ങയിലും കൂടി വെന്ത് വരും. അപ്പോൾ തോര അങ്ങനെ 2-3 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ മൂടി വെച്ച് അതങ്ങനെ ആയി വരുമ്പോഴേക്കും നമ്മളൊരു നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കി കുറച്ച് നാളികേരം ഇരിപ്പുണ്ടായിരുന്നു ചെറിയത്. അപ്പോൾ അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക, ഉപ്പിലിട്ട നെല്ലിക്കയാണ്. അപ്പോൾ അതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഒരു 2 നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അത് കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമുള്ള കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നെല്ലിക്ക ചമ്മന്തിയിലേക്ക് ഇഞ്ചി നല്ലതാണ്. അപ്പം ഒരു ചെറിയ കഷ്ണം. അപ്പം ഇതൊന്ന് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ചെറിയ ഒരു കഷ്ണം ഇഞ്ചി കൂടി അതിലേക്ക് ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഒറ്റടിയും കൂടി അതൊന്ന് അടിച്ചെടുത്തു കേട്ടോ. അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തോരനൊക്കെ റെഡിയായി. അപ്പം അതൊന്ന് കാച്ചിയെടുക്കാം കേട്ടോ. ഇതേ തോരന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ഇതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ച് പിന്നെ വറ്റൽമുളകും കറിവേപ്പില ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചെടുത്ത് ഒന്ന് താളിച്ചെടുക്കാട്ടത്. അപ്പോൾ ഇതേ തോരനൊക്കെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പം രസവും റെഡി ആയിട്ടുണ്ട്. അപ്പം അതും കൂടി ഒന്ന് താളിച്ചെടുക്കാട്ടോ. അപ്പം അതേ വെളിച്ചെണ്ണയിൽ കടുകും
ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലും മൂപ്പിച്ച് നമ്മൾ രസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പം അതൊന്ന് താളിച്ചെടുത്തു. അപ്പം നമ്മുടെ തോരനും രസവും ചമ്മന്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ കുറച്ച് മുട്ട ഒന്ന് പച്ചമുളകും സവാളയും കറിവേപ്പിലയും ഉപ്പോട്ട് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് ഓരോ സൈഡും ഇങ്ങനെ മൊരിഞ്ഞു വരുന്നതാണ് ഇവിടെ ഇഷ്ടം. തീ കൂട്ടി വെച്ചിട്ട് മുട്ട ഉണ്ടാക്കിയ ആർക്കും അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊണ്ടാട്ട മുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞ് ഉച്ചയൂണൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് എന്നത്തെയും പോലെ തന്നെ ഇത് നല്ല കുത്തരി ചോറുണ്ട്. അതിലേക്ക് നമ്മുടെ തോരൻ, മുരിങ്ങയിലും ചക്കക്കുരും കൂടിയുള്ള തോരനും നെല്ലിക്ക ചമ്മന്തിയും പിന്നെ രസവും മുട്ട വറുത്തതും കൊണ്ടാട്ടമുളക് വറുത്തതും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ കേട്ടാ. ഒരു കുഞ്ഞു ഉച്ചയൂണ്. അപ്പൊ മീനും ഇറച്ചി ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ തോരനും ചമ്മന്തിയും രസവും കൊണ്ടാട്ടമൊക്കെ കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഒരു രസമോ ഒരു തോരനും ഒരു കൊണ്ടാട്ടമുളകോ അല്ലെങ്കിൽ ഒരു ചെറിയ ഉണക്കമീൻ വറുത്തതോ മതിയെ. നമുക്ക് നന്നായിട്ട് ചോറിന് അത്ര മതിയാവും കേട്ടോ. അപ്പം എല്ലാവർക്കും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ ചിലർക്ക് മീൻ നിർബന്ധമായിരിക്കും. ഇപ്പോൾ ഇവിടെ മൂത്ത ആൾക്കാണെങ്കിൽ മീനാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഇങ്ങനെ പച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചോദിക്കും മീനില്ലേ എന്ന് ചോദിക്കും. അപ്പം ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കഴിച്ചോളും. എന്നാലും കൂടുതൽ ഇഷ്ടം മീനാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചയൂണ് കറികൾ കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.